ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ജ്യൂസ് തയ്യാറാക്കാം. ബദാമും ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പും ചേർത്താണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഞാനൊരു 25 ബദാമും 15 അണ്ടിപ്പരിപ്പും 15 ഈത്തപ്പഴവുമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം 1 മണിക്കൂറോളം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം, അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ടൈമില്ല എങ്കിൽ ഒരു 15 മിനിറ്റോളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. നോമ്പായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറവ് മതിയെങ്കിൽ ഇതിൻ്റെ അളവെല്ലാം പകുതിയാക്കി എടുത്താൽ മതി. ഈത്തപ്പഴം കുരു കളഞ്ഞതിന് ശേഷമാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്. ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഞാൻ ബദാം അങ്ങനെ തന്നെ അരച്ചെടുക്കുകയാണ്, തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. അതുപോലെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജ്യൂസിന് ആവശ്യത്തിനുള്ള പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽ കൂടി ചേർത്ത് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ബദാം ഈത്തപ്പഴം അണ്ടിപ്പരിപ്പ് ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും നല്ല റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.